ഹലോ സാവിത്രിയമ്മ, വെൽക്കം ടു VMC മലയാളമ്മ. അമ്മ എപ്പോഴാ VMC ഒക്കെ കാണാൻ തുടങ്ങിയേ? ധ്യാനം ചെയ്തിട്ട് അമ്മയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ? ഇപ്പം 1 വർഷത്തോളം ആവുന്നു ഞാൻ ധ്യാനം തുടങ്ങിയിട്ട്. എങ്ങനെ VMC കണ്ടത് ഫോണിൽ കൂടെ കണ്ടിട്ട് ചെയ്താണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഒറ്റ പ്രാവശ്യം കണ്ടപ്പോഴേ എനിക്ക് എന്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വളരെ തൊട്ട് സിനിമജിയെ കാണണമെന്ന് ഭയങ്കര. ഓക്കെ, യെസ്, ഇപ്പൊ കണ്ടു. യെസ്, ധ്യാനം ചെയ്യുമ്പോ എന്ത് തോന്നി അമ്മക്ക്? എനിക്ക് ആദ്യം ഇരുന്നപ്പം തൊട്ടേ എനിക്ക് മനസ്സിന് നല്ല സുഖം. ആ സുഖം എന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം ഉള്ളില്. അതെനിക്ക് തോന്നുന്നു ഇത്രയും കാലം എനിക്ക് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഖവും സന്തോഷവും. എനിക്ക് മനസ്സ് തുറന്ന് എനിക്കിപ്പോ ചിരിക്കാനും ഒരു മനുഷ്യന്റെ കാര്യം പറയും എല്ലാം എനിക്ക് ഇതിനകത്ത് വന്നതിന് ശേഷം അതെനിക്ക് നല്ല പൂർണ്ണ വിശ്വാസം. മക്കളൊക്കെ എന്നോട് കാര്യം പറഞ്ഞ് ചിരിക്കുമ്പോഴേ എന്റെ ഉള്ളിൽ എന്തോ വിഷമം. അവരോട് കാര്യം ചിരിച്ചാലും എനിക്ക് ഉള്ളില് ഒരു വിഷമം ഉണ്ടായത്. പക്ഷെ അതെല്ലാം ഇതിനകത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് മാറി കിട്ടിയത്. ഭയങ്കരമായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായി. അത് ശരി. പിന്നെ എന്തെങ്കിലും വയ്യായി ഉണ്ടായിരുന്നോ? വയ്യാഴി എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് തലയിൽ ഒരു വെള്ളക്ക വീണ് അതിന്റെ എനിക്ക് ചെവിക്കകത്തും തലയ്ക്കുമൊക്കെ ഭയങ്കര പ്രശ്നം, അലർജി. അത് ഈ ചെവിയുടെ വേദനയൊക്കെ എനിക്ക് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര ആശ്വാസക്കേടായിരുന്നു. പക്ഷെ അതെല്ലാം എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഇതിനാലൊന്നും എന്റെ തലയ്ക്കാട്ട് പിന്നെ തലവേദന പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അസുഖം എന്റെ ശരീരത്തുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ക്ലിയർ ആയോ? എല്ലാം മാറി കിട്ടി. എന്റെ അലർജി എനിക്കൊരു 27 വയസ്സുള്ളപ്പോ എനിക്ക് അലർജി തുടങ്ങിയതാ. അത് എന്തെല്ലാം മരുന്ന് ഞാൻ കഴിച്ചെന്നൊക്കെ. എന്ത് അലർജി ആയിരുന്നത്? അത് ഈ തുമ്മല് എപ്പോഴും അങ്ങ് പനിയായിരുന്നു. തുമ്മി അങ്ങ് പനി ഉണ്ടാകും. പിന്നെ കഫക്കെട്ട് ഉള്ളിൽ എപ്പോഴും ഇന്ന് വരെ ഈ ധ്യാനത്തിടുന്നതിന് ശേഷം എന്റെ ഉള്ളിൽ കഫമായിട്ടില്ലെന്നുള്ളത്. പിന്നെ ICU വരെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്, കഫം കൂടിയിട്ട്. എന്റെ മക്കൾ എത്രയോ പ്രാവശ്യം എന്നെ കൊണ്ടുപോയി ICU കിടത്തി. പിന്നെ ഇവിടുന്ന് അടൂരൊക്കെ ആഞ്ഞിട്ട് വേറെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഈ ധ്യാനത്തിൽ ഇരുന്ന് ഇന്ന് വരെ ഞാൻ 1 വർഷത്തോളം ആയില്ല. ആശുപത്രിയിലും പോയിട്ടില്ല, കഫവും കയറി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭവങ്ങൾ എനിക്കുണ്ടായി. എന്റെ അത്രയ്ക്ക് എനിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ അവരൊക്കെ ചെയ്യുന്നില്ലേ? പെൺകുട്ടികളൊക്കെ 2 പെൺമക്കളും എന്റെ മക്കൾ 2 പേരും അംഗീകരിച്ച് അവർ 2 പേർക്കും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നേരത്തേനെക്കാട്ടി നല്ല അവർക്ക് 2 പേർക്കും മാറ്റങ്ങളുണ്ട്. അതെനിക്ക് പറഞ്ഞാനേ പറ്റും. അത്രയ്ക്ക് നല്ല മാറ്റങ്ങളുണ്ട്. അവർക്കും സന്തോഷമാണ്. അത് ശരി. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാ ഉണ്ടായി മെഡിറ്റേഷനിൽ? എന്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന് അണ്ണനാണെങ്കിൽ ഒന്നും ചൊവ്വ ഒത്തിരി നേരം ഒന്നും മിണ്ടായോ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനെ പണ്ട് തൊട്ടേ അങ്ങനെ ആയിരുന്നു. പക്ഷെ ആ ഒരു ഉള്ളിലെ വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ധ്യാനത്തിൽ ഇരുന്നതൊക്കെ ആ അണ്ണന് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഭയങ്കര മാറ്റം വന്നിട്ടോ കെറിയ ചിരിക്കാനോ അതോ മിണ്ടായിരുത്തിയൊന്നും ചെയ്തിട്ടില്ല. അത് 2 മോനായാലും 2 പേർക്കും ജീവിതത്തിൽ എന്റെ വീട്ടിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക്. അതായത് അമ്മ ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോ ഭർത്താവും മിണ്ടാനും ഇതൊക്കെ തുടങ്ങി. അതായത് കെറിവിച്ചിരിക്കുന്നൊക്കെ പേരും അംഗീകരിച്ചു. മോനും തടസ്സം നിന്നിട്ടില്ല, എന്റെ ഭർത്താവും തടസ്സം നിന്നിട്ടില്ല. അവർക്ക് 2 പേരും അംഗീകരിച്ചു തന്നിട്ടുണ്ട് എനിക്കതിന്. അതുകൊണ്ട് ഇത് ഞാൻ ഒരു വീഡിയോ കേട്ട ആ നിമിഷം ഇതെനിക്ക് മാംസങ്ങളൊന്നും വേണ്ടാന്ന് ഞാൻ തീരുമാനം എടുത്തു. ആ തീരുമാനം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇവരോട് എങ്ങനെയാ പറയുന്നതെന്ന്. അങ്ങനെ ഞാൻ എങ്ങനെ ഇവരോട് പറഞ്ഞെന്ന് ഇന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് 2 പേരോട് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിനി മീനും ഇറച്ചിയൊന്നും കഴിക്കത്തില്ല. ഈ വീട്ടിൽ കൊണ്ടുവന്ന ഞാൻ വെക്കത്തതുമില്ല. ഇനി അത് എങ്ങനെ ഇപ്പോഴും എനിക്ക് അതിശയം ഞാൻ എങ്ങനെ ഇവരോട് പറഞ്ഞെന്നുള്ളത്. ഞാൻ അണ്ണനാണെങ്കിൽ എവിടെ മീൻ കണ്ടാലും മേടിച്ചോണ്ട് വരും, വലിയ മീനൊക്കെ. അത് കണ്ടിച്ചൊക്കെ കൊണ്ടുവരും. ഞാൻ അന്ന് ഇത് ഇങ്ങനെ ഈ ഒരു മനുഷ്യന് എനിക്കറിയാത്ത ഇന്ന് വരെ ഈ 1 വർഷത്തോളം ആവുന്നു ഒരു ദിവസം പോലും മീൻ മേടിച്ച് എനിക്ക് കൊണ്ട് തന്നിട്ടില്ല. കറി വെക്കെന്നും പറഞ്ഞ ആ ആള് എന്റെ അണ്ണന്റെ വീട്ടുകാർ പറയുന്നത് നീ എന്തോ കൂടുവാത്രം ചെയ്ത് അവനെ മാറ്റിയെന്നാ ചോദിച്ചത്. അതായത് അമ്മ ധ്യാനം ചെയ്യാൻ തുടങ്ങിയപ്പോ ഇനി ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് കേട്ടു ആ മനുഷ്യൻ അല്ലേ? മോനും അതെ. ചെറിയ കാര്യം അമ്മ അതൊക്കെ. ഇന്നും ഓരോ ദിവ്യാത്മസ്വരൂപരായിട്ടുള്ള സ്ത്രീകളും ധ്യാനം ചെയ്യുന്നുണ്ട്. പക്ഷെ ഭർത്താക്കന്മാര് സമ്മതിക്കാതെ ഇറച്ചിമീനും വെച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എത്ര പേര് വേദന അനുഭവിക്കുമ്പോ അമ്മ എത്ര സൗഭാഗ്യവതിയാ. എനിക്ക് അതിലാ എനിക്ക് ഏറ്റവും സന്തോഷം.
ഇന്ന് വരെ ഇവർ രണ്ടുപേരും എന്റെ ഭർത്താവ് എന്നെ ബുദ്ധിമുട്ടിച്ചില്ലാത്ത എനിക്ക് പോലും വളരെ അങ്ങ് സന്തോഷമാണ്. അതിനകത്താ എനിക്ക് സ്നേഹം കൂടുതൽ എന്റെ ഭർത്താവിനോട് ഒത്തിരി ബഹുമാനവും സ്നേഹവുമായി ആ ഒരൊറ്റ കാര്യത്തില്. അതിനകത്ത് എനിക്ക് ആ ഒരൊറ്റ കാര്യം. അത് പണ്ടാണെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി കഴിക്കണമെങ്കിൽ പോലും മീനില്ലാതെ കഴിക്കാത്ത ഒരു മനുഷ്യനാ. അങ്ങനെ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായെന്നറിഞ്ഞു അത് ഭയങ്കര സന്തോഷമാണ്. അതെ അതെ. പിന്നെ എന്തൊക്കെ ധ്യാനത്തിലേക്ക് വന്നിട്ടുണ്ടായ മാറ്റങ്ങൾ? പിന്നെ മാറ്റം എന്ന് വെച്ചാൽ ഈ എന്റെ ആസ്മയുടെ അസുഖം എനിക്ക് 27 വയസ്സിൽ തുടങ്ങി. എന്റെ കുഞ്ഞിനെ പ്രസവിച്ച് 3 വയസ്സായപ്പോ മോനെ എനിക്ക് ഇഷ്ടമായി. അന്ന് തൊട്ടേ മരുന്നുകൾ ഉപയോഗിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇത് ധ്യാനത്തിരുന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കുറവുണ്ട്. ഒത്തിരി പുൾ മാറിയില്ലെങ്കിൽ തന്നെ ആ കഫം എന്റെ ഉള്ളിൽ നിന്ന് ഒരു ശകലം പോലും എനിക്ക് ഉണ്ടായിട്ടില്ലാതെ മുഴുവൻ ക്ലിയറായി. അതിനകത്ത് അങ്ങനെയൊക്കെയുള്ള ഒരുപാടാന്ന് വെച്ചാൽ എനിക്ക് ഇത് കിട്ടിയില്ലത് എനിക്ക് ദൈവമായിട്ട് തന്നതാന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാ പറയുന്നത് എന്റെ ഉള്ളില്. എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ ശരീരത്തിൽ എനിക്ക് അത്ര വയ്യാഴ്മക്കേടായിരുന്നു. എന്തൊക്കെയോ എനിക്ക് അങ്ങ് അസ്വസ്ഥക്കേട് തളർച്ചയായിരുന്നു. പക്ഷെ ഇതിനകത്തിരുന്നതിന് ശേഷം എനിക്ക് എല്ലാം മാറി. ഇതിനു വേണ്ടി എവിടെങ്കിലും പോകേണ്ടി വന്നോ? എന്തെങ്കിലും പൈസ ചെലവാക്കേണ്ടി വന്നോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഞാൻ ഇന്ന് വരെയും പക്ഷെ ഇത് മുടക്കിയിട്ടില്ലെന്നുള്ളത്. അല്ല, അമ്മക്ക് ഇത് ഫ്രീ ആയിട്ടല്ലേ കിട്ടിയത്? അല്ലെ, ഇതിനു വേണ്ടിട്ട് എന്തെങ്കിലും അമ്മ ബുദ്ധിമുട്ട് പൈസ ചെലവാക്കി ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. എന്റെ വീട്ടിൽ ഇരുന്നോണ്ട് ഒന്നും ചെയ്യാനൊക്കുന്ന കാര്യം ആർക്കും ചെയ്യാം. 1 രൂപ പോലും ചെലവില്ല. അവനവന്റെ വീട്ടിലിരുന്ന് VMC മലയാളം യൂട്യൂബ് ചാനൽ കേട്ടിട്ട് അത് ചെയ്യാം. അല്ലേ? അമ്മ വീട്ടിലിരുന്നിട്ടല്ല അമ്മ ഇത്രയും ആനന്ദം ലഭിച്ചത് അമ്മയ്ക്ക്. അതെ, എവിടേക്കും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും അവരും VMC മലയാളം യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഹൗ ടു ഡു മെഡിറ്റേഷൻ, എങ്ങനെയാണ് ധ്യാനം ചെയ്യാന്നുള്ളത് VMC മലയാളത്തിൽ കേട്ടിട്ട് അവരും പ്യൂർ വെജിറ്റേറിയൻ ആയിട്ട് ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ അവർക്കും എല്ലാ രോഗങ്ങളും മാറും. അതിനൊരു സംശയവും ഇല്ല. പൂർണ്ണമായിട്ട് നല്ല മനസ്സോടുകൂടി തന്നെ പറയുന്ന ഒരു കാര്യം. എല്ലാരും ഇതിന് വരട്ടെ. സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പൊ ഇത് കേൾക്കുന്ന ഓരോരുത്തരും അമ്മയുടെ ഈ ദിവ്യമായിട്ടുള്ള അനുഭവങ്ങൾ കേട്ടിട്ട് അവരിലൊക്കെ ആന്തരിക പരിവർത്തനം ഉണ്ടാവട്ടെ. അല്ലെ? അവനവന്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ എത്ര ഈസിയാണെന്ന് അറിഞ്ഞാ ആ സുഖം ഒന്ന് ഇരുന്നെങ്കിലെല്ലാം മനുഷ്യന് മനസ്സിലാവട്ടെ. അതെ, ഇരുന്നെങ്കിലല്ലേ. ഈ 3 മണിക്കൂർ വെളുപ്പിനെ ഇരുന്നാൽ പോലും എനിക്ക് എഴുതിക്കാനേ തോന്നിയിട്ടുള്ള അത്രയ്ക്ക് നമ്മുടെ ശരീരത്തിന്റെ സുഖം. ഈ മനുഷ്യന് അത് ഇരുന്നേലെല്ലാം ഒന്ന് മനസ്സിലാവുള്ളൂ. ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എനിക്ക് അത് ഇരുന്നതിനൊക്കെയാണ് എനിക്ക് ഒരുപാട് മാറ്റം വന്നു തുടങ്ങി. 41 ദിവസം ഇരുന്നപ്പോഴാണ് അല്ലെ? അതാണ് 41 ദിവസം കഴിയാതെ ആരും ധ്യാനത്തെ കുറിച്ച് സംസാരിച്ചു പോരുത്. 41 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് പിന്നെ അതിനകത്ത് തന്നെ ചെയ്യണമെന്ന് അങ്ങനെ തന്നെ ഞാൻ തുടങ്ങി. അല്ല, ഒരു 41 ദിവസം കഴിഞ്ഞാൽ രണ്ടാമത്തെ 41, പിന്നെ മൂന്നാമത്തെ, അങ്ങനെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് കേൾക്കുന്ന ഓരോ ദിവ്യാത്മ സ്വരൂപർക്കും 2:30 പുലർച്ചെ അല്ലെ ബ്രഹ്മമുഹൂർത്ത ധ്യാനം ചെയ്യാം. കേട്ടില്ലേ മക്കളെ? നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കും. എന്നിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഇതെന്താണ് ഇവർ പറയണത്, ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് ചെയ്തു നോക്കി നിങ്ങൾക്ക് ഇതേ അനുഭവം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അനുഭവങ്ങളാണോ ആവശ്യം, നിങ്ങളുടെ ശ്രദ്ധയ്ക്കും സമർപ്പണത്തിനും സാധനയ്ക്കും അനുസരിച്ച് അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. 1 രൂപ പോലും ചെലവില്ല. അവനവന്റെ വീട്ടിലിരുന്ന് VMC മലയാളം യൂട്യൂബ് ചാനൽ കേൾക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. പക്ഷെ വെജിറ്റേറിയൻ ആയിട്ട് ചെയ്താൽ സമ്പൂർണ്ണമായിട്ടും നമുക്ക് സംതൃപ്തി കിട്ടും. അല്ലേ? യെസ്. താങ്ക് യു അമ്മ. താങ്ക് യു. യാ.